വെൽക്കം ബാക്ക്. ഇപ്പോൾ ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ നമസ്കാരം. നമസ്കാരം. ഇതാരാണ്? ഇത് ഞാൻ പത്മനാഭം അല്ലേ, ഫോർട്ട് കൊച്ചിന്നാണ്. ആ ഫോർട്ട് കൊച്ചിന്ന് പത്മനാഭം അല്ലേ? അതെ, പറയൂ. ഇത് ഞാൻ കുറച്ച് നേരമായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഇപ്പൊ ഒരു ചൊല്ലുണ്ടല്ലോ, എന്റെ ഫാമിലി മദർ സർട്ടിഫിക്കറ്റ്, ദ ഹോൾ ഫാമിലി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സിദ്ധാന്തം ഒരു ഇതുണ്ടല്ലോ, ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു സ്ത്രീ എന്ന ഒരു കുടുംബത്തിന്റെ വിളക്കായിരിക്കുമ്പോ അവര് തന്നെ കുടിക്കുകയാണെങ്കിൽ അത് പബ്ബിലെ കാര്യം ഇപ്പൊ ഡോക്ടർ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് അഴിഞ്ഞാടി നടക്കുന്ന സ്ത്രീകള്, മദ്യപാനികളായിട്ടുള്ള സ്ത്രീകള് ആ കുടുംബം അങ്ങ് കിടത്താനേ ഉപയോഗിക്കുള്ളൂ. അതിനൊരു ചെറിയൊരു ബോധവൽക്കരണം നമ്മുടെ ഭാഗത്തുനിന്നും പുരുഷന്മാരുടെ ഭാഗത്തുനിന്നായാലും ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നായാലും അത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സിനിമാ നടൻ ചോദിച്ച പോലെ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ച പോലെ അതൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ടുള്ള ഒരു സംരംഭം ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും, സൈക്കാട്രിസ്റ്റാണല്ലോ ഡോക്ടർ, അച്ഛൻ പ്രൊഫസറാണല്ലോ, അപ്പം അവരുടെ ഭാഗത്തുനിന്നും ഇപ്പൊ പുരുഷന്മാരുടെ ഭാഗത്തുനിന്നുള്ള ഇത് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കുന്നു എനിക്ക് തോന്നി. അതായത് വിഷയം അനുസരിച്ച് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്താണ് അത് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് സംരംഭങ്ങൾ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ തന്നെ ഇത് സ്ത്രീകൾ അത്രമാത്രം ഇത് സ്വയം എടുക്കേണ്ട തീരുമാനമാണ്. മദ്യപാനത്തെ സംബന്ധിച്ച സ്ത്രീ ആയാലും പുരുഷനായാലും അത് സ്വയം എടുക്കേണ്ട ഒരു തീരുമാനമാണ്. പക്ഷെ തുടക്കത്തിൽ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുന്നുണ്ട്. നല്ല ഭാര്യയാകണമെങ്കിൽ ഭർത്താവ് പറയുന്നത് അനുസരിച്ച് കുടുംബജീവിതം ഇത് കാരണം ഒരു പ്രശ്നം ഉണ്ടാവണ്ട. പലപ്പോഴും സ്ത്രീകൾ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ബാക്കിയെല്ലാം മര്യാദയ്ക്കൊക്കെ പോകുന്നുണ്ട്, ഈ മദ്യപാനത്തിൻ്റെ പേരിൽ ഇത് കാരണം ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് പ്രതികരിക്കാതിരിക്കുക. അല്ലെങ്കിൽ ഇതിനെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, ഒരു കമ്പനി കൊടുത്തു കഴിഞ്ഞാൽ പുറത്തു പോയി കഴിക്കില്ല, അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ധാരണകളൊക്കെ വെച്ചിട്ട് അബദ്ധധാരണകളാണ്. അതിൽ കൂടിയൊക്കെ കുടുംബജീവിതം ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് സ്ത്രീകൾ. പിന്നെ ഇതിനെ എൻകറേജ് ചെയ്യുന്ന സ്ത്രീകൾ അവർ പലപ്പോഴും ഇതിനകത്ത് ഒരു ഗ്രൂപ്പിനകത്ത് പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് വർത്തമാനം പറയുക, തമാശ പറയുക, അതൊക്കെ ഇഷ്ടപ്പെടും. അപ്പൊ കൂടുതൽ നമുക്കും കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ കുറെ അങ്ങനെയുള്ള എൻജോയ്മെന്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു സ്ത്രീ അവരുടെ ഹസ്ബൻഡ് ഭയങ്കര ദേഷ്യക്കാരനാണ് അല്ലെങ്കിൽ, പക്ഷെ ഒരു ഡ്രിങ്ക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഇന്നെന്ത് ബ്രാൻഡാണ് കഴിച്ചത് എന്ന് ചോദിക്കേണ്ട ചേഞ്ച് ഉണ്ടാവും. കോൾ ഉണ്ട്, നമുക്ക് നോക്കാം. ഹലോ 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 ആരാണ്? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ മാം, എനിക്ക് കേൾക്കുന്നില്ല. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, പറയാമോ? കേൾക്കാമോ? കേൾക്കാം. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ ഈ സബ്ജക്ട് കണ്ടു. പക്ഷെ എന്റെ അഭിപ്രായത്തില് ഇത് BPL, അതായത് തീരെ ലോ ആൾക്കാരിലും ഉണ്ട്, അതുപോലെ തന്നെ അപ്പർ ക്ലാസ്സിലും സ്ത്രീകളിലുള്ള മദ്യപാനം കൂടുതലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ചോദിച്ചു കഴിഞ്ഞെങ്കില് കൂടുതലായിട്ട് വലിയവരും മദ്യപിക്കുന്നുണ്ട്. ഈ ക്ലബ്ബ് സൊസൈറ്റി അപ്പർ ക്ലാസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഗെറ്റ് ടുഗദർ കൂടും, ക്ലബിൽ പോകാറുണ്ട്. പിന്നെ ന്യൂ ഇയർ അങ്ങനത്തെ ഫംഗ്ഷന്റെ സമയങ്ങളിലൊക്കെ ശരിക്കും നമ്മള് കുടിക്കുന്നുണ്ട്, സ്ത്രീകൾ കുടിക്കുന്നുണ്ട്. അത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ഭർത്താക്കന്മാരാണ് കൺട്രോൾ ചെയ്യേണ്ടത്. എന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ ഒന്നുകിൽ നമ്മൾ സെൽഫ് ഡിസിഷൻ എടുക്കണം, കുടിക്കരുത്. സ്ത്രീകള് ഞാൻ അമ്മയാണ്, എനിക്ക് മക്കളുണ്ട് എന്നുള്ള ബോധം നമുക്ക് വേണം. അതില്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡുമാര് ശ്രദ്ധിക്കണം, നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുടിക്കും പോകും എന്നുള്ള ഹസ്ബൻഡുമാര് കരുതണം. പിന്നെ ഇത് കണ്ടു വളരുന്ന കുട്ടികള്, നമ്മള് ഈ അപ്പർ ക്ലാസ് കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നടത്തുന്നില്ല. ഇവരെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ 10ഓ പ്രീഡിഗ്രിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികളെ നമ്മൾ +2 കഴിയുമ്പോൾ ഉടൻ നമ്മൾ വിടുന്നത് നമ്മുടെ സ്റ്റാറ്റസിന് ഔട്ട് ഓഫ് കേരള അല്ലേ? അവിടെ പോയിട്ട് എന്ത് ചെയ്യും? അവരുടെ ഒരു സൊസൈറ്റിയിലുള്ള ഗ്രൂപ്പുമായിട്ട് അവരവിടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ ഇവിടുന്ന് ഉപയോഗിച്ചും കണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരവിടെയും പോയിട്ട് എന്ത് ചെയ്യും? അത് തുടരും. അത് ആ സൊസൈറ്റി അങ്ങനെ അങ്ങോട്ട് ഗ്രൂപ്പ് വളർന്നു പോകും. മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ലോ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടായിരുന്നു നമ്മുടെ സൊസൈറ്റിയില്. അവര് കുറെ കല്ലടിച്ചും ചല്ലി ചുമന്നും അവരെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യത്തിന്റെ ഒരു ഭാഗം, ദേഹം പെയിൻ ആയിരിക്കും, അങ്ങനെ ഒരു സൊസൈറ്റിയെ നമുക്ക് വിടാൻ പറ്റും. അവർ കഷ്ടപ്പെട്ടിട്ട് ഉപയോഗിക്കുന്നതാണ് ലിക്വർ എന്ന് പറയുന്ന സാധനം. അത് പോയി നമ്മുടെ ഇപ്പൊ ഇന്നത്തെ പല ബീവറേജസ് കോർപ്പറേഷനിൽ പോയി ക്യൂ നിന്ന് വാങ്ങുമൊന്നും അല്ലായിരുന്നു. അന്ന് വീടുകളില് നെല്ല് വെള്ളം ഉണ്ടാക്കുക, അല്ലെ എന്തെങ്കിലും അവര് വീടുകളിൽ ക്യാഷ് ഇട്ടുണ്ടാക്കുക, അങ്ങനത്തെ സാധനം കുടിച്ചോണ്ടിരുന്നിരുന്നത്. ഇന്നത്തെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതല്ല. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അതിപ്പോ നിങ്ങളോ ഞാനോ പോയിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്റെ നെയ്ബറിന്റെ അടുത്തോ അല്ലെ വേറൊരാളുടെ അടുത്ത് പോയി മോളെ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേരെ അടിച്ച് നമ്മളെ പുറകോട്ട് വിടത്തേ ഉള്ളൂ. ഒരെണ്ണം ഇട്ട് തരും. അതല്ലാന്നുണ്ടെങ്കിൽ അതിനെ പ്രതികരിക്കും. ഇതിനുള്ള അവയർനെസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കാണുന്ന മാക്സിമം ആൾക്കാർ സ്വന്തം മനസ്സിൽ തോന്നുക, ഞാൻ ഇത് ചെയ്തത് തെറ്റായിപ്പോയി, എന്റെ മോള്
ആ ബോധം വേണ്ടത് ശരിക്ക് സ്ത്രീകൾക്ക് തന്നെയാണ്. അതെയാണ് ഞാൻ അതിനോട് എതിര് നിൽക്കുന്നുണ്ട്. ബാക്കി നിങ്ങൾ അവയർനെസ് കൊടുത്തോളുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഫോറായിട്ട് ധാരാളം പേര് സംസാരിക്കുന്നുണ്ട്. അതെ, ഇവിടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും സ്ത്രീകൾ വളരെ പെട്ടെന്ന് ഇതിലേക്ക് ചെല്ലുമെന്ന് പറയുന്നു. അതുപോലെ ഈ സ്ത്രീ രോഗബാധിതയായി കഴിഞ്ഞാൽ മറ്റേത് രോഗമാണെങ്കിലും ഉള്ള പ്രശ്നം പോലെ ആൽക്കഹോളിക് ആയി കഴിയുമ്പോഴും കുടുംബത്തിന്റെ നട്ടെല്ലാണ് തകരുന്നത്. അത് ഏത് ഇതിനെ നോക്കാം. ഇപ്പൊ വളരെ ലോ സോഷ്യോ എക്കണോമിക് സ്ട്രാറ്റയിലുള്ള ഇതാണെങ്കിലും ശരി, ഹയർ ഇതിലുള്ളതാണെങ്കിലും ശരി, ഇപ്പൊ നമ്മൾ പൊതുവെ കാണുന്നത് ശരിക്കും സ്ത്രീകൾ കുടുംബം നടത്തിക്കൊണ്ടു പോകുന്ന സ്ത്രീകളാണ് എന്ന് പറയാവുന്ന ഒരുപാട്. അവിടെ തന്നെ ഇത്തരത്തിലൊരു രോഗാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ രോഗബാധിതമായേക്കാവുന്ന ഒരു അവസ്ഥയിലേക്കോ സ്ത്രീകൾ പോകുമ്പോഴത്തേക്ക് ആ കുടുംബത്തിനകത്ത് പിന്നെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനേ ചെയ്യുന്നത്. ഒരു തെറ്റായ ധാരണയുണ്ട്. അതായത് സേഫ് ഡ്രിങ്കിങ്, അതായത് ഇത്ര കഴിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെ ഒന്നുണ്ടോ? സേഫ് ഡ്രിങ്കിങ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ എവിടെയാണ് നിർത്തേണ്ടതെന്ന് അറിയാം എന്ന് പുരുഷന്മാർ പോലും പറയാറുണ്ട്. എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ എത്ര കഴിച്ചാലും കുഴപ്പമില്ല, എനിക്കറിയാം എവിടെ നിർത്തണം, ഞാൻ പലതവണ നിർത്തിയിട്ടുണ്ട് എന്ന്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് അർത്ഥം എന്ന് എനിക്കറിയാം. പലതവണ നിർത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ കൃത്യമായ ഒരു എമൗണ്ട് റെഗുലറായിട്ട് കഴിച്ച് അതിനോടൊപ്പം ഭക്ഷണവും എക്സസൈസും റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ, ചില മേഖലകളിലുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. പട്ടാളക്കാരൊക്കെയാണ്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജീവിത രീതി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അവർക്കത് അറിയാൻ സാധിക്കുമായിരിക്കും. അതർവൈസ് ഇത് കൂടി വരുമ്പോൾ ഇത് ഒരു ചൊല്ലുണ്ട്, ഫസ്റ്റ് മാൻ ടേക്സ് ദ ഡ്രിങ്ക്, ദെൻ ഡ്രിങ്ക് ടേക്സ് ദ ഡ്രിങ്ക് ആൻഡ് ഡ്രിങ്ക് ടേക്സ് ദ മാൻ. ഇത് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത് എവിടെ വെച്ചാണ് നമ്മുടെ പിടി വിട്ടു പോകുന്നതെന്ന് അറിയാം. ഒരു ക്രൈറ്റീരിയൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ആദ്യം നമ്മളൊരു പെഗ് കഴിക്കുന്നു. ഒരു പെഗ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ 1-2 പേർക്ക് ആദ്യം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ, ഒരു ഇൻടോക്സിക്കേറ്റഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരവസ്ഥ. കുറെ കഴിയുമ്പോൾ ആ സ്റ്റേജ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഈ 2 പെഗ് പോരാ, അത് പതുക്കെ കൂട്ടേണ്ടി വരും. അപ്പൊ ബോഡി അതിനോട് ടോളറൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. അവിടെയാണ് ഇത് നല്ല തെറ്റി തുടങ്ങി നമ്മൾ അറിയേണ്ട ഒരു. പക്ഷേ എപ്പോഴാണ് ഒരാൾ, സ്ത്രീ ആയാലും പുരുഷനായാലും, മദ്യപാനിയായി താൻ എന്നുള്ളൊരു ബോധം വരുമല്ലോ. അപ്പൊ അതെങ്ങനെയാണത് മനസ്സിലാക്കുക? അതിന്റെ സിംറ്റംസ് നിർത്താൻ പറ്റുന്ന സേഫ് ഡ്രിങ്കിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇവിടെ നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥ ഇതാണ്. ഇത്രയും കഴിക്കുമ്പോൾ എനിക്ക് മുമ്പ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിരുന്നു, ആ ഫീലിംഗ് ഇപ്പൊ എനിക്ക് ഉണ്ടാവണം, കൂടുതൽ കഴിക്കേണ്ടി വരണമെന്ന് പറയുമ്പോൾ മദ്യം എന്നെ വലിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതൊരു പോയിന്റ് ആണ്. അഥവാ കഴിച്ചേ തീരൂ എന്ന് നിർബന്ധമുള്ളവർക്ക് പോലും എവിടെയാണ് നിർത്തേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് അളവ് കൂട്ടേണ്ടി വരുന്നു എന്നുള്ളത്, എത്ര കഴിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിച്ച് കഴിക്കുക. കൂട്ടേണ്ടി വരുമ്പോഴത്തേക്ക് കൂടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇത് നിയന്ത്രണ രേഖയാണെന്നുള്ളത് തിരിച്ചറിയേണ്ടത്. എന്താണ് ശരിക്കും പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള ലെവൽ? അതായത് ഇപ്പം ഇങ്ങനെ ഈ ഒരു ലെവൽ കടന്ന ആള് സ്ത്രീയെ തന്നെ നമുക്ക് എടുക്കാം. അവരുടെ ട്രീറ്റ്മെന്റ് എന്ത് രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കും? കാരണം ഇതൊരു രോഗമായുള്ള ഒരു അവസ്ഥയിലായാലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ട്രീറ്റ്മെന്റ് ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഈ ലെവൽ കഴിഞ്ഞിട്ടും വീണ്ടും മദ്യപാനം തുടർന്ന് കഴിഞ്ഞാൽ പിന്നീട് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊന്നും മദ്യപിച്ച് ബഹളം കൂട്ടുക, അത് കഴിഞ്ഞിട്ട് അതൊന്നും ഓർമ്മയില്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട്, അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ട്. പിന്നെ കുറെ കൂടെ കഴിയുമ്പോൾ മറ്റൊന്ന് ശരീരത്തിൽ ഭക്ഷണത്തിന്റെ അളവ് കുറയുകയും മദ്യത്തിന്റെ അളവ് കൂടുകയും ചെയ്യുക. ബ്ലഡ് ആൽക്കഹോൾ ലെവൽ കൂടി വരികയാണ്. അപ്പോൾ ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കണമെന്നില്ല. കാരണം കൂടുതലൊരു നമ്മുടെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് മദ്യത്തിനോട് മാത്രമാവുന്നു, ഫുഡ് കഴിക്കുന്നേ ഇല്ല എന്നുള്ളൊരവസ്ഥ. ഡിപ്രഷൻ വരും. കഴിക്കാതിരിക്കുമ്പോഴത്തേക്കുള്ള വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ തുടങ്ങും. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് കിട്ടിയാൽ മതി എന്ന് പറയും. എങ്ങനെയെങ്കിലും കിട്ടാനുള്ളതിനകത്ത് എന്തിനും മുതിരും. അപ്പോൾ ഒരിക്കലും നമ്മൾ എല്ലാ തരത്തിലുള്ള മോറൽ സ്റ്റാൻഡേർഡ്സും മാറ്റി വെച്ചിട്ട് മദ്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനുള്ള ഒരു ത്വര. അവിടെയാണ് ഈ മോഷണവും ഈവൻ പ്രോസ്റ്റിറ്റ്യൂഷനും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സ്ത്രീകളാകുമ്പോൾ അതിനൊക്കെയുള്ള സാധ്യതകൾ ഒരുപാട് കൂടുകയാണ് ചെയ്യുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അത് തരണം ചെയ്യുന്നത്? കപ്പാസിറ്റി പോകുന്നു. സ്ത്രീകളുടെ കാര്യത്തിലാവുമ്പോൾ ഇത് ഒരുപാട് വീട്ടിലിരുന്നുള്ള മദ്യപാനം ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ വളരെ ചെറിയ സർക്കിൾ പുറത്തു പോയി ബാറിൽ പോയി കഴിച്ച് വരുന്നത്, ഒരു റെഗുലറായിട്ട് ഒറ്റയ്ക്ക് പോയി കഴിക്കുക, അതൊന്നും ഉണ്ടാവുന്നില്ല. ഇപ്പോഴും കൂട്ടുകൂടിയിട്ടൊക്കെ പോക്കാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. നേരത്തെ ഒരു കേസിന്റെ കാര്യം പറഞ്ഞല്ലോ, അങ്ങനെ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് അവർ അറിഞ്ഞാലും വീട്ടുകാർക്ക് പുറത്ത് പറയാനോ അല്ലെങ്കിൽ വീട്ടുകാർ തന്നെ അറിയുന്നില്ല. മദ്യം വരെ വലിച്ചു കൊണ്ടുപോയിരിക്കുന്നു അറിയുന്നില്ല. അമ്മയ്ക്ക് വയ്യ, അമ്മ എപ്പോഴും കിടക്കുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു പ്രായം കഴിഞ്ഞു, പ്രായത്തിന്റെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ആൾക്കാർ. ഇവർ കഴിക്കുന്നതോ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതോ പലപ്പോഴും വീട്ടുകാർ അറിയുന്നുണ്ടാവില്ല. പക്ഷേ പറയുന്നത് വെച്ചാൽ ഇന്നത്തെ സൊസൈറ്റിയിൽ ഈ ഡ്രിങ്കിങ് കാരണം, അതായത് സോഷ്യൽ ഡ്രിങ്കിങ്, ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് ഡ്രിങ്കിങ്, സേഫ് ഡ്രിങ്കിങ്, ഇങ്ങനെ പല പേരുകളിൽ ഈ വരുന്ന ഈ ഡ്രിങ്കിങ്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കടിഞ്ഞാടേണ്ട അവസ്ഥ കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അതിനെ കൊണ്ടുള്ള അതിൻ്റെ ഇഫക്ട്സ് അത് കുറേ ജാസ്തിയായിരിക്കുകയാണ്, കൂടുതലായിരിക്കുകയാണ്. അതിനൊരു കൺട്രോൾ ഇടാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ആണുങ്ങളുടെയാണ് അല്ലെങ്കിൽ ഇത് പെണ്ണുങ്ങളുടെയാണ് എന്ന് പറഞ്ഞൊരു ഇതൊന്നും ഒരു വരമ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് കൂട്ടത്തോടെ അത് രണ്ടുപേരും, അത് ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറേ ഫാമിലീസ് ഉണ്ട്. അതായത് അമ്മ സെപ്പറേറ്റഡ് ഫാമിലീസിൽ അങ്ങനെയാണെങ്കിൽ പോലും അതിൽ ഗൃഹനാഥയോ അല്ലെങ്കിൽ ഗൃഹനാഥനായാലും അതിനൊരു കൺട്രോൾ ഇടേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ. എന്നാൽ മാത്രമേ ഇനി വരുന്ന ജനറേഷനെങ്കിലും അതിന് രക്ഷപ്പെടണമല്ലോ. തീർച്ചയായിട്ടും നമ്മളൊരു എന്താ പറയുക, ഒരു ക്രിയേറ്റിവിറ്റിയും ഇല്ലാത്ത, ഒരു പ്രൊഡക്ടിവിറ്റിയും ഇല്ലാത്ത ഒരു സമൂഹത്തിനെ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. പക്ഷെ അത് വരണമല്ലോ. അതിനൊരു പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ് അത്. മദ്യമല്ലാതെയുള്ള എന്തെല്ലാം വഴികളുണ്ട്. സ്ത്രീകൾക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്നെന്ന് പറയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതിനകത്തൊക്കെ ഒരു പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ ലഹരി ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പുരുഷനേക്കാൾ എളുപ്പമാണ് സ്ത്രീക്ക്. വേറെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, വളരെ പെട്ടെന്ന് അഡിക്ഷനിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് പെട്ടെന്ന് നിയന്ത്രണം വേണമെന്നുള്ള തോന്നലുണ്ടാവുന്നത് ഇപ്പോഴും ട്രീറ്റ്മെന്റിന് പെട്ടെന്ന് വരികയും അതുപോലെ തന്നെ നിയന്ത്രണം ഒരിക്കലും അങ്ങനെ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ നിയന്ത്രണം വെക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. ഭാഗ്യവശാൽ ഇപ്പോഴും ഇത് പോയിട്ടില്ല. ഇപ്പോഴും അത് തന്നെയാണ്. റെസ്പോണ്ട് ചെയ്യുന്നതും സ്ത്രീകളാണ്. കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു ഉത്തരവാദിത്വ ബോധം, കുടുംബത്തിന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, കുടുംബത്തിന്റെ ഒരു പിവട്ടൽ റോൾ സ്ത്രീക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു സ്ത്രീയെ സുഖിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ വേണ്ടി മാത്രം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല അത്. അതിന്റെ പ്രാധാന്യം, പ്രത്യേകിച്ച് ഈ ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയുന്ന ആൾക്കാർ അത് തന്നെ മനസ്സിലാക്കുക. സ്ത്രീക്കൊരു റോളുണ്ട്. അത് സമൂഹം നമുക്ക് അംഗീകരിച്ച് തന്നിട്ടുള്ള ആ റോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. സ്ത്രീ വിളക്കാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വീടിന്റെ പ്രകാശമാണ് സ്ത്രീ എന്നുള്ളൊരു ബോധം സ്ത്രീക്ക് ഉണ്ടാവണം. പക്ഷെ അത് ഇൻസ്റ്റിൽ ചെയ്ത് അതായത് നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ ആ പെൺകുട്ടികളുടെ മനസ്സിൽ പറഞ്ഞു കൊടുക്കേണ്ട അമ്മമാര് തിരിഞ്ഞു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക, തെറ്റായിട്ടുള്ളൊരു ഫ്യൂച്ചർ, നമ്മുടെ ഒരു ഫ്യൂച്ചർ തന്നെ വളരെ എന്താ പറയുക, വളരെ ഡിമ്മായി വളരെ ബ്ലീക്കായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇനിയുള്ള കാലമെങ്കിലും മനഃപൂർവ്വമായിട്ട് സ്ത്രീകൾ തന്നെ വിചാരിക്കണം അല്ലേ. എന്ത് പറയുന്നത്, സ്ത്രീകൾ ആ ഉത്തരവാദിത്വം മനസ്സിലാക്കണം. നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് കുഞ്ഞുങ്ങളോട്, പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളോട് നമുക്ക് വല്ലാത്തൊരു ഉത്തരവാദിത്വം ഉണ്ട്. കാരണം അവരുടെ തെറ്റുകൊണ്ടല്ല അവർ ഈ ഭൂമിയിൽ വന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ആദ്യത്തെ വർഷങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്വം, അത് നാളെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി മറ്റൊരു ഇതിലേക്ക് പോകുമ്പോഴേ നോക്കൂ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള ആ ഒരു മോറൽ കറേജ് സ്ത്രീകൾ നഷ്ടപ്പെടുത്തിയാലോ. ആ ഒരു ധാർമ്മികമായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വം സ്ത്രീകൾ മറക്കാനേ പാടില്ല. എത്ര കഴിവുണ്ടെങ്കിലും ശരി, എത്രമാത്രം എക്സൽ ചെയ്താലും ശരി, ഏതൊക്കെ കരിയറിൽ എങ്ങനെ പോയാലും ശരി, അതെല്ലാം സാധിക്കും. സ്ത്രീക്ക് ഒരുപാട് ശക്തികളുണ്ട്. ആ ശക്തി പറഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് ഇതിനൊക്കെ വേണ്ടാന്ന് പറയാനുള്ള ശക്തിയും ധൈര്യവും ഉണ്ടാവണം പലതിനകത്തും. കാരണം ഒരു സ്ത്രീ എന്ന് പറയുന്നതാണ് നേരത്തെ അത് പറഞ്ഞ പോലെ ഒരു വീടിന്റെ വിളക്ക് അല്ലെങ്കിൽ വീടിന്റെ ഐശ്വര്യം. അപ്പോൾ ആ വിളക്ക് അണഞ്ഞാൽ അല്ലെ ആ ഐശ്വര്യം നഷ്ടപ്പെട്ടാൽ അത് ഒരു കുടുംബത്തിനെ മാത്രമല്ല, കുടുംബം എന്ന് പറയുന്ന പല കുടുംബങ്ങൾ ചേരുമ്പോഴാണ് അത് സമൂഹമായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിലെ വിളക്ക് തന്നെ അണഞ്ഞു പോയാൽ, ആ ഐശ്വര്യം തന്നെ അണഞ്ഞു പോയാൽ പിന്നെ സമൂഹത്തിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പം അതിനെപ്പറ്റി തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പം അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.